സത്യത്തിൽ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ലൈംഗിക ചേഷ്ട എന്നും അതോടൊപ്പം അശ്ലീല ആംഗ്യം എന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അതൊരു ലൈംഗിക അതിക്രമമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ കാര്യങ്ങൾ കാണണം. രണ്ട്, അത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപവും നടത്തി എന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരാളെ ടെലിവിഷൻ ചർച്ചകളിൽ എല്ലാ ദിവസവും നമ്മൾ അവസരം കൊടുക്കുകയും ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സമാനമായ മാനസികമോ ശാരീരികമോ ആയി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ടെലിവിഷനിൽ കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ മെസ്സേജ് എന്താണ് എന്നുള്ളതും കേരളീയ സമൂഹം ചിന്തിക്കണം. മാത്രമല്ല, എന്നോട് ചോദിച്ചതുപോലെയല്ല, എത്ര വിനയത്തോടെയും എത്ര സഹിഷ്ണുതയോടെയും എത്ര സ്നേഹത്തോടു കൂടിയുമാണ് ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതിയോട് അഭിലാഷിൻ്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ചർച്ച കാണുന്ന അങ്ങ് പറഞ്ഞ താങ്കൾ ഒരു പൊളിറ്റീഷ്യനാണ്, അവർ സ്വീകരിക്കുക. ലൈംഗിക അതിക്രമ കേസിൽ ഒരാളെ വ്യാജമായി പെടുത്തലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അയാള് കുറ്റവാളിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അയാളിൽ നിന്ന് അറിയേണ്ടത് അയാൾ വിശദാംശങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ അയാളെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ചെയ്യണം അഭിലാഷ്. ഞാനത് പറഞ്ഞോട്ടെ. അല്ലല്ല, അതെ, അഭിലാഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പ്രതിയെ ഈ ഡ്രൈവറെ കുടുക്കാനുള്ള ശ്രമം എന്ന് അഭിലാഷ് സ്ഥാപിച്ചല്ലോ. അല്ലല്ല, ദേവി കേൾക്കൂ, വരാം. ഞാൻ കേൾക്കൂ, ഞാൻ പറഞ്ഞത് ആ സംഭവം അല്ല, ദേവി കേൾക്കൂ, ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് അഭിലാഷ് ഇങ്ങനെ എടുത്ത് ചാടുന്നത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണ്. ഞാൻ പറഞ്ഞത് CCTV, ഇതിനെ സ്വാഭാവികമായി ഓടുന്ന വാഹനം, ആ ബസ്സിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഈ CCTV അടക്കമുള്ള സംവിധാനങ്ങളുടെയൊക്കെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡ്രൈവർ സീറ്റിനോട് ചേർന്നാണ്, ആ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലാണ് ഇത്തരം സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അഭിലാഷിനെ പോലെ ഈ രാത്രിയിൽ ആധികാരികമായി സമർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് പോലീസ് അന്വേഷണത്തെയും KSRTCയുടെ അന്വേഷണത്തെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എൻക്വയറി വന്നതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് ആധികാരികമായി എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ നേതാവ് ചില വാക്കുകൾ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ശ്രീ ചാമക്കാല ജ്യോതികുമാർ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. വിളഞ്ഞു പഴുക്കുക, ഇത്തരം വാക്കുകൾ ഈ ഒരു പൊതു ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. രണ്ട്, എന്തോ വലിയ കള്ളം ചെയ്യുന്ന ആളാണ് മേയർ എന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തി. ഇത് രണ്ടും പിൻവലിക്കണം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ ചാമക്കാല ജ്യോതികുമാറിനോട്, അദ്ദേഹം വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ പറയുന്നത് ഈ പരാതി എന്തൊക്കെയാണ് ശ്രീ ചാമക്കാല? അങ്ങ് പറയുന്നു വാഹനം തടഞ്ഞു നിർത്തിയത് ശരിയാണോ? അത്തരം കാര്യങ്ങൾ അങ്ങ് ചോദിച്ചല്ലോ. ഈ പരാതിയിൽ എന്താണ് കൃത്യമായി ഉന്നയിക്കുന്നത്? അതായത് KL 15A763 KSRTC ബസ് തൻ്റെ വാഹനത്തിൽ ഇടിക്കാൻ വരികയും ട്രാഫിക് റൂൾ തെറ്റിച്ച് റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുകയും ചെയ്തു. അശ്രദ്ധമായി അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനമോടിച്ചു എന്നുള്ളത് ഈ പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ലൈംഗിക അധിക്ഷേപം നടത്തി എന്നതുപോലെ തന്നെ ആളുകൾക്ക്, വാഹനങ്ങൾക്ക് അപായവും അപകടവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരാൾ വാഹനമോടിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മൊത്തം വാക്കുകൾ കടമെടുത്താൽ ഇതെല്ലാം കണ്ട് സഹിച്ച് തൻ്റെ മേൽ നടത്തുന്ന ഒരു ലൈംഗിക അധിക്ഷേപത്തെയും ചേഷ്ടയെയും സഹനപൂർവ്വം ക്ഷമിച്ച് ഇതെല്ലാം കടിച്ചു പിടിച്ച് വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം ആര്യ ജോലിക്ക് പോകണം, പ്രതികരിക്കാൻ പാടില്ല. ശ്രീ ചാമക്കാല ജ്യോതികുമാർ അങ്ങൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. നമ്മുടെയൊക്കെ പാർട്ടിയിൽ സ്ത്രീകളുണ്ട്. ഇവിടെ യുവരാജിന്റെ പാർട്ടിയിലും സ്ത്രീകളുണ്ട്. യുവരാജ് പറഞ്ഞല്ലോ ഏത് പാർട്ടിയിൽപ്പെട്ടവർ സ്ത്രീകളുണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത, ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാത്ത സ്ത്രീകളുണ്ട്. ഇതെല്ലാം അവർ കാണുകയല്ലേ. അവരുടെ മുഖത്ത് നോക്കി ഇത്തരം അന്തസ്സില്ലാത്ത, ഇത്തരം അപമാനകരമായ ആക്ഷേപങ്ങൾ നടത്തിയിട്ട് ഇവരൊക്കെ അങ്ങ് വണ്ടി വിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് സ്ത്രീകൾ സഹിക്കണം. അഭിലാഷിന്റെ പറച്ചിൽ കേട്ടാൽ
മേയർക്ക് അല്ലെങ്കിൽ MLA-ക്ക് ഫോൺ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താൽ പോരെ. എന്നിട്ട് പരാതി കൊടുക്കണമെന്നേ. ഈ ബസ് ഡിപ്പോയിലെത്തി ഡ്രൈവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ആ ഡ്രൈവറെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാം. ആ ബസ്സിൽ നിന്ന് അതിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് എടുക്കാം. ദൃശ്യങ്ങൾ സഹിതം ഈ യദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ലൈംഗിക കുറ്റവാളിയെ ശിക്ഷിക്കാം. അതല്ലല്ലോ ചെയ്തത്. സിനിമ സ്റ്റൈലിൽ ചേസ് ചെയ്യുന്നു, സീബാ ക്രോസിംഗിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ കുറുകെ ഇടുന്നു, അതിനുശേഷമുള്ള ഷോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒന്നുമില്ല, CCTV കാണുന്നില്ല, ദൃശ്യങ്ങൾ മാഞ്ഞുപോയി. ഇതല്ലല്ലോ ചെയ്യേണ്ടത്. നിയമവാഴ്ചയുള്ള സംസ്ഥാനമല്ലേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? ഇതുപോലത്തെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നാളെ മുതൽ ലൈംഗിക അതിക്രമം ഉണ്ടായി കഴിഞ്ഞാലൊക്കെ ആളുകൾ റോഡിൽ ചേസ് ചെയ്യാണോ വേണ്ടത്? അഭിലാഷ്, സത്യത്തിൽ അഭിലാഷ് പറഞ്ഞ് എവിടെ എത്തുന്നു എന്നുള്ളതാണ് ഞാൻ അത്ഭുതം. അതായത് ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അഭിലാഷ് ഒരു ക്ലാസ് എടുക്കുകയാണ്. ലൈംഗിക അതിക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അഭിലാഷേ, ഇത് എന്ത് നിയമവാഴ്ച എവിടെയാണ് തകർന്നത്? എങ്ങനെയാണ് നിയമവാഴ്ച ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡ്രൈവർ വീട്ടിൽ പോകുന്നതിന് മുൻപ് പോലീസിന് പിടിക്കാമല്ലോ. അഭിലാഷിന്റെ ഷോ മാത്രം തിരുവനന്തപുരം നഗരമല്ലേ, തിരുവനന്തപുരം നഗര ഹൃദയമല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് ഉത്തരം പറ. ഇപ്രകാരം പ്രകടിപ്പിക്കാമോ? എന്റെ മറുപടി കേൾക്കൂ, എന്റെ മറുപടി കേൾക്കൂ. രാജേന്ദ്രനെ ഷോ കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷോ കാണിക്കുകയല്ലേ? നിങ്ങളെ ഈ പ്രതിക്ക് വേണ്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, അത് താങ്കളുടെ ആരോപണം. ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചാൽ രാജേന്ദ്രനെതിരായത് നിങ്ങളുടെ ആരോപണം, ആര്യ രാജേന്ദ്രനെതിരായത് നിങ്ങളുടെ ആരോപണം. അല്ല, ആര്യ രാജേന്ദ്രനല്ല, ഒരു നിയമവാഴ്ചയും ഏത് ജനപ്രതിനിധി ചെയ്യേണ്ടത് നിയമവാഴ്ചയിൽ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾ ഒരു കാലതാമസവുമില്ലാതെ ഈ പ്രതിയെ ഇതേ കേസിലെ പ്രതിക്ക് മുന്നിൽ വിനീത വിധേയനായി പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നിട്ട് എന്റെ അഭിപ്രായം വരുമ്പോ മാത്രം ഇങ്ങനെ തടയുന്നത് എന്തിനാ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്ക് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയുടെ നിഷ്കളങ്കത പാലിച്ചല്ലോ. ഒരാളെ വ്യാജമായ ലൈംഗിക അതിക്രമത്തിൽ പേരിൽ ഒരാളെ വ്യാജ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. അദ്ദേഹം ചോദ്യം ചെയ്തു. ഒരു 25 വർഷം മുമ്പുള്ള സ്ത്രീ ഇത് ചെയ്യില്ല. ഒരു 30 വർഷം മുമ്പുള്ള ഒരു സ്ത്രീ ഇതൊക്കെ കേട്ട് വീട്ടിൽ പോയിരിക്കും. ഇന്നത്തെ സ്ത്രീ അതല്ല. അഭിലാഷ്, നിങ്ങൾ പുതിയ സ്ത്രീകളുടെ പരിണാമത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ജേർണലിസ്റ്റുകളോട് ചോദിക്കണം. റോഡിൽ വെച്ച് ഇതുപോലുള്ള അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരോട് എന്ത് പ്രതികരണം നടത്തും? അഭിലാഷ് പറയുന്നത് ഇതെല്ലാം കേൾക്കണം, സാഷ്ടാംഗം വണങ്ങണം, പറ്റുമെങ്കിൽ രാത്രി 7:30 യദുവിനെ പോലുള്ള ആളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തണം. അത് പറ്റില്ല അഭിലാഷേ. ഒരു നിയമവാഴ്ചയും തകർത്തിട്ടില്ല. ഇരകളായ ആളുകൾക്ക് ഇവിടുത്തെ നിയമവാഴ്ചയെ വിശ്വസിക്കാം എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങനെ വേണ്ട. മനുഷ്യർക്ക് ആത്മാഭിമാനം ഉണ്ട് അഭിലാഷേ. അല്ല, അതിപ്പോ ഈ യദു എന്ന് പറയുന്ന ആൾക്കുണ്ടാവില്ലേ ആത്മാഭിമാനം? ഇല്ലാത്ത കാര്യത്തിലാണ് അയാളെ പിടിച്ചില്ലെങ്കിലോ? ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു കൂട്ടരുടെ മാത്രം കാര്യമല്ലോ. ആത്മാഭിമാനം ഏത് മനുഷ്യനുമില്ലേ? ഏത് മനുഷ്യനുണ്ടാവില്ലേ ആത്മാഭിമാനം? നിയമവാഴ്ച തകർന്നു. നിങ്ങൾ കള്ളമല്ലേ പറയുന്നത്? നിയമവാഴ്ചയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മേയറും MLA ഒക്കെ പോലീസിന് പരാതി കൊടുക്കട്ടെ, ആ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ മേയർക്കും MLA-ക്ക് പോലും നിയമവാഴ്ചയിൽ വിശ്വാസമില്ല, ഞങ്ങൾ നേരിട്ട് ചോദിക്കണമെന്നാണ്. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതാണ് കേരളം എന്നൊക്കെ വിചാരിച്ചോളാം. ഓടിക്കൂടാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ടല്ലോ, അവരെ എല്ലാം വിളിച്ചുകൂട്ടി ഈ ഡ്രൈവറെ പിടിച്ചിറക്കി 2 അടി കൊടുത്തോ മേയർ? ഒന്നും ചെയ്തില്ല. ഒരു നിയമം തന്നെ ആക്ഷേപിച്ച, തന്റെ വാഹനത്തെ ഇടിച്ചിടാൻ ശ്രമിച്ച, അത് പിന്നെ തൂക്കിക്കൊല്ലാൻ കഴിയുന്ന കുറ്റകൃത്യമാണോ? അത് വധശിക്ഷ കൊടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണോ?